ഏവർക്കും മൈ വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ 2026 വേൾഡ് കപ്പാണ് നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരുന്നത് വേൾഡ് കപ്പിലെ ഓരോ ടീമുകളെയും കുറിച്ചായിരുന്നു. ഇതിൻ്റെ മുൻപത്തെ വീഡിയോയിൽ ആദ്യത്തെ 4 ഗ്രൂപ്പുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത 4 ഗ്രൂപ്പുകളിലെ ടീമുകളെക്കുറിച്ചാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ ആദ്യത്തെ 4 ഗ്രൂപ്പുകളിൽ നിന്ന് സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കാൻ സാധ്യതയുള്ള ടീമുകൾ ഏതൊക്കെയെന്ന് നമ്മൾ ചർച്ച ചെയ്തു. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഗ്രൂപ്പ് ഇ മുതൽ ഗ്രൂപ്പ് എച്ച് വരെയുള്ള ഗ്രൂപ്പുകളിലെ ടീമുകളിൽ നിന്ന് ആരൊക്കെ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കും, ആരൊക്കെ പുറത്തു പോകും എന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഗ്രൂപ്പ് ഇ നോക്കുമ്പോൾ ജർമ്മനി, കുറാസാവോ, ഐവറി കോസ്റ്റ്, ഇക്വഡോർ ഈ ടീമുകളാണ് അടങ്ങിയിട്ടുള്ളത്. ഈ ടീമുകളുടെ അവസാന മത്സരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് അഥവാ റൗണ്ട് ഓഫ് 32ലേക്ക് കടക്കാൻ സാധ്യതയുള്ള ടീമുകൾ ജർമ്മനിയും ഇക്വഡോറും തന്നെയാണ്. കുറാസാവോ പുറത്തു പോവാനും ഐവറി കോസ്റ്റ് ചിലപ്പോൾ മികച്ച 3ാം സ്ഥാനക്കാരായി സെക്കൻഡ് റൗണ്ടിലേക്ക് പ്രവേശിക്കാനും സാധ്യതയുണ്ട്. മികച്ച 8 3ാം സ്ഥാനക്കാർക്ക് അഥവാ 12 ഗ്രൂപ്പിൽ നിന്ന് 8 മികച്ച 3ാം സ്ഥാനക്കാർക്ക് റൗണ്ട് ഓഫ് 32ലേക്ക് കടക്കാവുന്നതാണ്. അങ്ങനെ മികച്ച 3ാം സ്ഥാനക്കാരായി ഐവറി കോസ്റ്റും ജർമ്മനിയും ഇക്വഡോറും നേരിട്ടും സെക്കൻഡ് റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഗ്രൂപ്പ് എഫ് എടുത്തു നോക്കുകയാണെങ്കിൽ എടുത്തു നോക്കുമ്പോൾ നെതർലാൻഡ്സ്, ജപ്പാൻ, സ്വീഡൻ, തുനീഷ്യ എന്നീ 4 ടീമുകൾ അടങ്ങുന്നതാണ്. ഈ ടീമുകളുടെ അവസാന മത്സരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ സാധ്യതയുള്ള ടീമുകൾ നെതർലാൻഡ്സും ജപ്പാനും തന്നെയായിരിക്കും. മികച്ച 3ാം സ്ഥാനക്കാരായി സ്വീഡനും തുനീഷ്യയും 2 ടീമുകളും തുല്യശക്തരായതിനാൽ അതിൽ ആര് പുറത്തു പോകും, ആര് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. ഇനി ഗ്രൂപ്പ് ജി പരിശോധിക്കുകയാണെങ്കിൽ ബെൽജിയം, ഈജിപ്ത്, ഇറാൻ, ന്യൂസിലാൻഡ് എന്നീ ടീമുകൾ അടങ്ങുന്നതാണ് ഗ്രൂപ്പ് ജി. ഈ ടീമുകളുടെ അവസാന മത്സരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ സാധ്യതയുള്ള ടീമുകൾ ബെൽജിയവും ഈജിപ്തും തന്നെയാണ്. മികച്ച 3ാം സ്ഥാനക്കാരായി ഇറാനും 2ാം റൗണ്ടിലേക്ക് പ്രവേശിക്കുകയും ന്യൂസിലാൻഡ് 2ാം റൗണ്ട് കാണാതെ പുറത്തു പോകാനും സാധ്യതയുണ്ട്. ഇനി ഗ്രൂപ്പ് എച്ച് എടുത്തു നോക്കുമ്പോൾ സ്പെയിന്, കേപ്പ് വെർദെ, സൗദി അറേബ്യ, ഉറുഗ്വേ എന്നീ 4 ടീമുകൾ ഉൾക്കൊള്ളുന്നതാണ്. ഈ ടീമുകളുടെ അവസാന മത്സരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ സാധ്യതയുള്ള ടീമുകൾ സ്പെയിനും ഉറുഗ്വേയും തന്നെയായിരിക്കും. മികച്ച 3ാം സ്ഥാനക്കാരായി കേപ്പ് വെർദെയും സൗദി അറേബ്യ സെക്കൻഡ് റൗണ്ട് കാണാതെ പുറത്തു പോകാനും സാധ്യതയുണ്ട്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതൊക്കെ ഗ്രൂപ്പിൽ നിന്ന് ഇന്ന ടീമുകൾ സെക്കൻഡ് റൗണ്ടിൽ എത്തുമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വേൾഡ് കപ്പ് ഗ്രൂപ്പ് വിശകലനവുമായി ബന്ധപ്പെട്ട പാർട്ട് 2 വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കിയുള്ള 4 ഗ്രൂപ്പുകളുടെ വിശകലനം പാർട്ട് 3 അഥവാ ഫൈനൽ പാർട്ടിൽ ഉടൻ തന്നെ വരുന്നതാണ്. സ്പോർട്സുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.